സിംഗപ്പൂരിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വലിയ രീതിയിൽ നല്ല രീതിയിൽ വികസിച്ച സമ്പന്നമായ ഒരു രാജ്യം എന്നാണ് നമ്മൾ പൊതുവെ അറിഞ്ഞു വച്ചേക്കുന്നത്. പക്ഷെ പലർക്കും അറിയാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ സിംഗപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു പ്രദേശമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടിച്ച് ലക്ഷദ്വീപിനേക്കാൾ അല്പം വലുതായ ഒരു ദ്വീപ് രാഷ്ട്രമാണ് സിംഗപ്പൂർ. ദ്വീപ് രാഷ്ട്രം എന്നതിനേക്കാൾ അതിന് ചേരുന്ന പേര് ഒരു സിറ്റി, ആ ഒരു വലിയ നഗരം തന്നെ ഒരു രാഷ്ട്രമായി മാറിയിരിക്കുന്ന ഒരു സ്ഥലമാണ് സിംഗപ്പൂർ. ഇപ്പം അതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് 728 ചതുരശ്ര കിലോമീറ്ററേ ഉള്ളൂ. മൊത്തം ജനസംഖ്യ 61 ലക്ഷം. ഈ 61 ലക്ഷം ഉള്ളതിൽ പകുതി മാത്രമേ അവിടെ ജനിച്ചു വളർന്നവരുള്ളൂ. ബാക്കി പകുതി അവിടെ തൊഴിൽ തേടിയോ മറ്റാവശ്യങ്ങൾക്കോ വന്നവരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ വിദേശ നാണയ ശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് സിംഗപ്പൂർ. ഏകദേശം 426 ബില്യൺ അമേരിക്കൻ ഡോളറാണ് അവരുടെ വിദേശ നാണയ കരുതൽ ശേഖരം. അവരുടെ ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത് GDP 659 ബില്യൺ ഡോളറാണ്. ലോകത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് സിംഗപ്പൂർ. ഏകദേശം 1,07,000 US$ പ്രതിശീർഷ വരുമാനം. അപ്പോൾ എങ്ങനെ സിംഗപ്പൂർ ഇത്ര സമ്പന്നമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വിദേശ വ്യാപാരം, ഇലക്ട്രോണിക്സ് നിർമ്മാണം, ടൂറിസം, ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയാണ് സിംഗപ്പൂരിലെ പ്രധാന ആസ്തികൾ. പിന്നെ 1965 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഈ സിംഗപ്പൂർ എന്ന് പറയുന്നത് ഇത്ര വലിയ വികസിത സ്ഥലമൊന്നുമില്ല. എന്തിന്? കുടിക്കാൻ കുടിവെള്ളം പോലും ഇല്ലാതിരുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ അവിടെ ഒരു ഭരണാധികാരി ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് ലീ ക്വാൻ യു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പല പദ്ധതികളുമാണ് സിംഗപ്പൂർ എന്ന് പറയുന്ന ആ ചെറു രാജ്യത്തെ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസൂത്രണ മികവും അല്ലെങ്കിൽ ദീർഘവീക്ഷണവുമാണ് ഇത്ര വലിയൊരു മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത്. ഇനി പ്രകൃതി തന്നെ അനുഗ്രഹിച്ച് നൽകിയ ഒരു സവിശേഷത കൂടി സിംഗപ്പൂരിനുണ്ട്. കാരണം നമ്മുടെ ഈ മലാക്ക കടലിടുക്ക് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ ഗതാഗതം നടക്കുന്ന കടലിടുക്കുകളിൽ ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഓരത്താണ് ഈ സിംഗപ്പൂർ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും തിരക്കേറിയ കപ്പൽ തുറമുഖവും ഗ്ലോബൽ ട്രേഡിംഗ് ഹബ്ബുമായിട്ട് സിംഗപ്പൂർ മാറി. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ 65 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവിടെ ഒന്നുമില്ലായിരുന്നു, പ്രകൃതി വിഭവങ്ങളെന്നും പറയുന്ന ഒന്നുമില്ല. അപ്പോൾ അവിടുത്തെ രാജ്യം തീരുമാനിച്ചൊരു സംഗതി, അവിടുത്തെ മറ്റ് വിഭവങ്ങളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പ്രത്യേകിച്ചും മനുഷ്യ വിഭവശേഷി. അപ്പോൾ വിദ്യാഭ്യാസത്തിനും തൊഴിൽ നൈപുണ്യത്തിനും, അതായത് സ്കിൽ ഡെവലപ്മെൻറ്റിനും അവർ വലിയ നിക്ഷേപം നടത്തുകയും മികച്ച വിദ്യാഭ്യാസത്തിലൂടെ ലോകത്തെ നിലവാരമുള്ള വലിയൊരു തൊഴിൽ പടയെ തന്നെ അവരങ്ങ് സൃഷ്ടിച്ചു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായ ചാങ്കി എയർപോർട്ടും അത്യാധുനിക റോഡ് ട്രെയിൽ ഗതാഗത സംവിധാനങ്ങളും അവർ വികസിപ്പിച്ചു. ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തെയും ടൂറിസത്തെയും വളർത്തി. പിന്നെ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കിങ് ഫിനാൻഷ്യൽ ഹബ്ബായിട്ട് സിംഗപ്പൂർ മാറി. അതോടുകൂടി ലോകത്തെ വമ്പൻ കോടീശ്വരന്മാരൊക്കെ സിംഗപ്പൂരിൽ കൊണ്ടുവന്ന് പണം നിക്ഷേപിക്കാനും തുടങ്ങി. അപ്പോൾ ഇതൊക്കെ സിംഗപ്പൂരിനെ കുറിച്ചുള്ള പൊതുവെ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ചില സംഗതികളാണ്. ഒരു ചെറു രാഷ്ട്രം ഇത്ര വലിയ സമ്പന്നമായി, ഇത്ര വലിയ സവിശേഷതകൾ അതിനുണ്ട്. അപ്പോൾ ഇപ്പോൾ സിംഗപ്പൂരിനെ മാതൃകയാക്കി നമ്മുടെ രാജ്യത്ത് ചില നഗരങ്ങൾ ആ മാതൃക പിന്തുടർന്നുകൊണ്ട് വികസന വഴിയിലേക്ക് അല്ലെങ്കിൽ ജീവിത നിലവാരം അഭിവൃദ്ധിപ്പെടുന്നതിലേക്ക് വരുന്നുണ്ട്. ആ ചില നഗരങ്ങളെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാന നഗരമായ അമരാവതി. നമുക്കറിയാമല്ലോ, ആന്ധ്രാപ്രദേശ് വിഭജനം നടന്നതിന് ശേഷം ഇപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതിയാണ്. അപ്പോൾ സിംഗപ്പൂർ മാതൃകയിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ഹരിത നഗരമായിട്ട് അമരാവതിയെ വികസിപ്പിച്ചെടുക്കാനായിട്ടുള്ള പദ്ധതികളാണ് ഇപ്പോൾ അവിടെ നടന്നു വരുന്നത്. സിംഗപ്പൂരിലെ പ്രമുഖ കമ്പനി, അതായത് പൊതുമേഖലാ സ്ഥാപനമാണ് സുർബന ജുറോങ് ആണ് അമരാവതി അല്ലെങ്കിൽ അമരാവതിയെ വികസിപ്പിക്കുന്ന പരിപാടികളുമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനായിട്ട് സഹായിച്ചത്. ഇതുകൂടാതെ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ വികസിപ്പിക്കുന്ന പുതിയ തേർഡ് മുംബൈ അല്ലെങ്കിൽ മുംബൈ 3.0 ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കലും സിംഗപ്പൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ സുർബന ജുറോങ് ആയിട്ടാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. പിന്നെ സാമ്പത്തിക വികസനത്തിലും ട്രാഫിക് മാനേജ്മെൻറ്റിലും സിംഗപ്പൂർ മാതൃകയാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. ഇനി അടുത്ത നഗരം ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി, ഗിഫ്റ്റ് സിറ്റി എന്നാണ് അത് ചുരുക്കി വിളിക്കുക. അത് പൂർണ്ണമായിട്ടും സിംഗപ്പൂർ പോലെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഫിനാൻഷ്യൽ ഹബ്ബാക്കി മാറ്റാനായിട്ടാണ് ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര ബിസിനസ്സുകളെ ആകർഷിക്കാൻ സിംഗപ്പൂരിലേതിന് സമാനമായ പ്രത്യേക നികുതി ഇളവുകളും നിയമങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇനി കുറച്ച് പഴയ ഒരു സംഗതിയാണ്, അത് ബംഗളൂരുവാണ്. ബംഗളൂരുവിനെ ഇന്ത്യയുടെ സിംഗപ്പൂറാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തോടെ പഴയ മുൻ മുഖ്യമന്ത്രി
SM കൃഷ്ണയുടെ കാലം മുതൽ അവിടെ IT മേഖലയിൽ ഉണ്ടായ വികസനങ്ങളെല്ലാം ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളതാണ്. നിലവിൽ നഗരത്തിലെ ട്രാഫിക് സംവിധാനങ്ങൾ പരിഷ്കരിക്കാനും പരിസ്ഥിതി സൗഹൃദ ഗതാഗതം നടപ്പിലാക്കാനും സിംഗപ്പൂരിലെ സ്മാർട്ട് സിറ്റി ഐഡികൾ ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട നഗരങ്ങളാണ്. വേറെയും ചില നഗരങ്ങളിലെ സിംഗപ്പൂരിന്റെ മാതൃക പിന്തുടരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്. ഇനി അമരാവതിയെക്കുറിച്ച് പ്രത്യേകം പറയുകയാണ്. നമുക്കറിയാം 2014 ആന്ധ്രാപ്രദേശ്, തെലങ്കാന അങ്ങനെ വിഭജനം സാധ്യമായത്. അപ്പോൾ പുതിയ തലസ്ഥാനമായി അമരാവതിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ അതിനെ ഒരു ആഗോള നഗരമാക്കാൻ സിംഗപ്പൂർ സർക്കാരുമായിട്ട് ഔദ്യോഗിക കരാറിൽ ഒപ്പിട്ടത് ചന്ദ്രബാബു നായിഡു എന്ന മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലം 2014 മുതൽ 2019 വരെ ആയിരുന്നു. ആ സമയത്ത് ഇതിൻ്റെ നടപടികൾ വല്ലാണ്ട് മുമ്പോട്ട് പോയി. പക്ഷേ 2019 YS ജഗൻമോഹൻ റെഡ്ഡി അധികാരത്തിൽ വന്നതോടെ ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതികൾ അല്ലെങ്കിൽ ഈ സിംഗപ്പൂർ മോഡൽ ആ പരിപാടിയൊക്കെ തൽക്കാലം മരവിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ 2024 വീണ്ടും ചന്ദ്രബാബു നായിഡു അവിടെ അധികാരത്തിൽ വന്നതോടുകൂടി ഈ പദ്ധതികൾ ഇപ്പോൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അമരാവതിയിൽ നടക്കുന്ന ചില നിർമ്മാണ അല്ലെങ്കിൽ പരിപാടികൾ ഇതൊക്കെയാണ്. ബ്ലൂ ആൻഡ് ഗ്രീൻ മാസ്റ്റർ പ്ലാൻ. സിംഗപ്പൂർ പോലെ നഗരത്തിൻ്റെ പകുതിയിലധികം ഭാഗവും പച്ചപ്പും ജലാശയങ്ങളും കൊണ്ട് നിലനിർത്തുന്ന പദ്ധതിയാണിത്. കൃഷ്ണ നദിയുടെ തീരങ്ങളെയും നഗരത്തിലെ കനാലുകളെയും മനോഹരമായ വാട്ടർ ഫ്രണ്ടുകളായും പാർക്കുകളായും വികസിപ്പിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ്. അത് ആളുകൾക്ക് സ്വന്തം വാഹനങ്ങളെ ആശ്രയിക്കാതെ യാത്ര ചെയ്യാൻ സിംഗപ്പൂരിൽ ഉള്ളതുപോലെ ഒരു പൊതുഗതാഗത സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട് മെട്രോ BRTS സ്റ്റേഷനുകൾക്ക് ചുറ്റുമായിരിക്കും പ്രധാന വാണിജ്യ സ്ഥാപനങ്ങളും ഓഫീസുകളും സ്ഥിതി ചെയ്യുക. അടുത്തത് വൺ സ്റ്റോപ്പ് ഡിജിറ്റൽ ഗവേണൻസ് ആണ്. സിംഗപ്പൂരിലെ പോലെ അഴിമതിയില്ലാത്തതും വേഗതയേറിയതുമായ ഭരണ സംവിധാനത്തിനായി സിംഗപ്പൂർ കമ്പനികളുടെ സാങ്കേതിക സഹായത്തോടെയുള്ള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നത്. അടുത്തത് അത്യന്താധുനിക മലിനജല സംസ്കരണമാണ്. നഗരത്തിൽ നിന്നുള്ള മലിനജലവും മാലിന്യങ്ങളും 100% പുനരുപയോഗിക്കാൻ സിംഗപ്പൂരിലെ സാങ്കേതിക വിദ്യയ്ക്ക് സമാനമായ റീസൈക്ലിംഗ് പ്ലാന്റുകൾ സ്ഥാപിക്കുകയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പോൾ ഫ്രീ, അതായത് വൈദ്യുതി തൂണുകളില്ലാത്ത നഗരവുമായിട്ട് ഇപ്പോൾ അമരാവതി മാറുകയാണ്. റോഡരികിലെ കാഴ്ചകൾ മറയ്ക്കുന്ന വലിയ പോസ്റ്റുകളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഇലക്ട്രിക് ലൈനുകളും അമരാവതിയിൽ ഇനി ഉണ്ടാകില്ല. നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, KSEBയുടെ തൂണുകളിലുള്ള വയറുകളുടെ കൂട്ടപ്പെറച്ചിൽ, അതൊന്നും അവിടെ ഇല്ല. ഈ വൈദ്യുതി ലൈനുകൾ, അതേപോലെ ഇന്റർനെറ്റ്, ടെലികോം കേബിളുകളും കുടിവെള്ള പൈപ്പുകളും ഗ്യാസ് പൈപ്പ് ലൈൻ, മലിനജല സംവിധാനം എന്നിവയെല്ലാം ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റി കോറിഡോർ വഴിയാണ് കടന്നു പോകുന്നത്. ഈ അണ്ടർഗ്രൗണ്ട് ഗ്രിഡ് വഴി നഗരത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ചുഴലിക്കാറ്റോ കടുത്ത മഴ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മരങ്ങൾ വീണിട്ടോ മറ്റോ ഈ പോസ്റ്റുകളൊന്നും കടപുഴകി വീഴില്ല എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നത് ഒഴിവാക്കാം, ഗതാഗത തടസ്സം ഉണ്ടാകുന്നതും ഒഴിവാക്കാം. ഏകദേശം 1979 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവഴി ഈ ഹൈ ടെൻഷൻ ലൈനുകൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഭൂമിക്കടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അർത്ഥം റോഡരികിൽ ഈ പോസ്റ്റുകൾ പൂർണ്ണമായി ഒഴിവാക്കിയെന്നല്ല. ഈ വൈദ്യുതി പോസ്റ്റുകൾ പരമാവധി ഒഴിവാക്കി, പക്ഷേ വഴിവിളക്കുകൾ പഴയപടി ഉണ്ടെന്നാനും. ഇനി മുംബൈ നഗരത്തിലോട്ട് പോയാൽ മുംബൈ നഗരത്തിലെ ജനസാന്ദ്രതയും ട്രാഫിക് തിരക്കും കുറയ്ക്കാനും ആഗോള നിലവാരത്തിലുള്ള ഒരു ബിസിനസ് താമസ കേന്ദ്രം ഇന്ത്യയിൽ ഒരുക്കാനും ഈ തേർഡ് മുംബൈ പ്രൊജക്റ്റിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഇപ്പം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും സിംഗപ്പൂർ കമ്പനിയായ സുർബാന ജൊറോങ് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ടാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് റായ്ഗഡ് ജില്ലയിലെ പൻവേൽ, യുറാൻ, പെൻ താലൂക്കുകളിലായിട്ട് പടർന്നു കിടക്കുന്ന ഏതാണ്ട് 323.44 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ഈ പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പരിധിയിൽ വരുന്ന 124 ഗ്രാമങ്ങളെ സംയോജിപ്പിച്ചിട്ടാണ് പുതിയ നഗരം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അടൽ സേതു, നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് എന്നിവയ്ക്ക് സമീപമുള്ള തന്ത്രപ്രധാനമായ സ്ഥലത്താണ് ഈ പദ്ധതി വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട മാസ്റ്റർ പ്ലാനും 3 ഘടകങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ആ 3 ഘടകങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപയോഗവും വികസന കേന്ദ്രങ്ങളും നിശ്ചയിക്കൽ, രണ്ടാമത്തത് മെട്രോ, ബസ് തുടങ്ങിയ പൊതുഗതാഗതങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വികസനം, 3
സ്മാർട്ട് ജലവിതരണം, മലിനജല സംസ്കരണം, ഗ്രീൻ സ്പേസുകൾ എന്നിവ ഉറപ്പാക്കൽ എന്നിവയാണ്. ഈ മേഖലയെ ഏതാണ്ട് $1.5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറ്റാനായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നീതി ആയോഗ് നേരത്തെ ലക്ഷ്യമിട്ടിരുന്നു. അപ്പോൾ അതിന് ഒരു സപ്പോർട്ടായിട്ടാണ് ഈ പരിപാടികളൊക്കെ അവിടെ നടപ്പാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എഡ്യൂസിറ്റി, മെഡിസിറ്റി, ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻ്ററുകൾ, ഇന്നോവേഷൻ സിറ്റി തുടങ്ങിയ ആധുനിക ഹബ്ബുകൾ ഇവിടെ വിഭാവനം ചെയ്യുന്നുണ്ട്. ഏതാണ്ട് $1.1 ബില്യൺ വിദേശ നിക്ഷേപവും ഈ പദ്ധതികൾക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ മറ്റ് ചില നഗരങ്ങളെക്കുറിച്ച് ആണ് പറഞ്ഞത്. ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിലും ഇപ്പോൾ സിംഗപ്പൂർ മോഡലിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ 2023-24 സംസ്ഥാന ബജറ്റിലാണ് ഈ ഒരു പരാമർശം ആദ്യം നടത്തിയത്. വിഴിഞ്ഞം തുറമുഖവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമീപ പ്രദേശങ്ങളും സിംഗപ്പൂർ മാതൃകയിൽ അല്ലെങ്കിൽ ഷാങ്ഹായ് മാതൃകയിൽ വലിയൊരു ബിസിനസ് ഹബ്ബാക്കി മാറ്റുമെന്നാണ് അന്ന് പ്രഖ്യാപനം ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം അതിന് തുടർച്ചയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയായ ധനവകുപ്പ് ചുമതല കൂടിയുള്ള VD സതീശൻ അദ്ദേഹത്തിൻ്റെ ഒരു മിഷൻ സമുദ്ര എന്ന് പറയുന്ന ഒരു ബൃഹത്തായ പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 400 കോടി രൂപ ഇതിന് വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തെ വെറുമൊരു തുറമുഖമുള്ള സംസ്ഥാനമായല്ല, മറിച്ച് സിംഗപ്പൂർ പോലെ ഒരു സമ്പൂർണ്ണ പോർട്ട് സിറ്റിയായി മാറ്റുകയാണ് ലക്ഷ്യമെന്നാണ് VD സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖത്തെ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായി ഏകദേശം 1456 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഒരു വലിയ പോർട്ട് സിറ്റി കോറിഡോറാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ ചുമതലയുള്ള അദാനി ഗ്രൂപ്പിൻ്റെ വിഴിഞ്ഞം പോർട്ട് CEO പ്രദീപ് ജയരാമനും ഇതുമായി ബന്ധപ്പെട്ട് സമാനമായ വിലയിരുത്തൽ നടത്തിയിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് ഇന്ത്യയിൽ സിംഗപ്പൂർ പോലെയാകാൻ പറ്റുന്ന ഏറ്റവും മികച്ച നഗരം അത് തിരുവനന്തപുരമാണ് എന്നാണ് അദ്ദേഹവും പറഞ്ഞത്. ഇത് മാത്രമല്ല കേട്ടോ, തിരുവനന്തപുരവും കൊല്ലവും മാത്രമല്ല, കൊച്ചിയെയും ആഗോള നിലവാരത്തിലുള്ള ഒരു മോഡൽ നഗരമാക്കി മാറ്റുന്നതിനായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വൻകിട നഗരാസൂത്രണ പദ്ധതി, അതിനെ കൊച്ചി ട്വിൻ സിറ്റി മാസ്റ്റർ പ്ലാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. VD സതീശനാണ് ഇതും പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ പദ്ധതിയിൽ കൊച്ചി കോർപ്പറേഷന്റെ നിലവിലെ അതിർത്തികൾ വികസിപ്പിക്കുകയും സമീപമുള്ള നഗര ഗ്രാമ പ്രദേശങ്ങളെ കൂടി ഇതിലേക്ക് സംയോജിപ്പിക്കാനുമാണ് പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നഗര കേന്ദ്രങ്ങളിലെ ജനസാന്ദ്രതയും തിരക്കും കുറയ്ക്കുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് കൂടി ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. അപ്പോൾ സിംഗപ്പൂർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു കാലത്തൊരു സ്വപ്നമാണെങ്കിൽ, സിംഗപ്പൂർ എങ്ങനെയാണോ അഭിവൃദ്ധിപ്പെട്ടത് ആ രീതിയിലേക്കുള്ള ചില നിർണായക ചുവടുവെപ്പുകൾ നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ട്. നമ്മുടെ ചില നഗരങ്ങളിലും നിർണായക നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കേരളവും ആ രീതിയിൽ വലിയ ഭാവനാപൂർണമായ നിലപാടുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സംഗതി. അപ്പോൾ ഭാവിയിൽ സിംഗപ്പൂർ പോലെയോ അല്ലെങ്കിൽ സിംഗപ്പൂരിനേക്കാൾ മികച്ചതോ ആയ വലിയൊരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം.